നമസ്കാരം. ഇന്നലത്തെ മോദി 3.0യുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടുകൂടി ഒരു കാര്യം മനസ്സിലായി. മലയാള മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന്. സത്യത്തിൽ ഇതിനെയൊക്കെ മാധ്യമ പ്രവർത്തനം എന്നല്ല വിളിക്കേണ്ടത്, അവരവരുടെ നുണകൾ വിളിച്ചു പറയാനുള്ള ഒരു തട്ടകം മാത്രമാണ്. ഇതുവരെ ഇവറ്റകൾ വിളിച്ചുകൊണ്ട് നടന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കാര്യം തന്നെ എടുക്കാം. ഇവർക്കായിരിക്കും മന്ത്രിസഭയിലെ 2ഉം 3ഉം സ്ഥാനമെന്നായിരുന്നു ഇവിടത്തെ മാധ്യമ സിംഹങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇതിലൊരാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാവുമെന്നും മറ്റേയാൾ ഉപപ്രധാനമന്ത്രിയാവുമെന്നും വരെ തട്ടിവിട്ടു. പക്ഷേ ആ നുണകളെല്ലാം സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടുകൂടി പൊളിഞ്ഞു വീഴുകയായിരുന്നു. 2ഉം 3ഉം സ്ഥാനം രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും തന്നെയാണ്. പിന്നെ അടുത്തത് എന്തൊക്കെയായിരുന്നു? TDPക്കും JDUവിനും 3 വീതം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, 4 സഹമന്ത്രിമാർ. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിക്കും. അങ്ങനെ നീണ്ടു പോകുന്നു വ്യാജ വാർത്തകളുടെയും ഊഹാപോഹങ്ങളുടെയും ഒരു പട്ടിക. TDPക്കും JDUവിനും വെറും 2 വീതം മന്ത്രിമാർ മാത്രമേ നിലവിലുള്ളൂ. അതുതന്നെ അവരൊക്കെ എത്രാമതായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഇതൊക്കെ കണ്ട് ഗതികെട്ട ഒരു മാധ്യമത്തിന് പറയേണ്ടതുണ്ടായി, ഇത് NDA മന്ത്രിസഭയല്ല, ഇത് ശരിക്കും BJP മന്ത്രിസഭ തന്നെയാണെന്ന്. ഏറെക്കുറെ 1ഉം 2ഉം മോദി മന്ത്രിസഭകളുടെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇന്നലെയും കണ്ടത്. എന്തിനു പറയുന്നു, മത്സരിക്കാത്ത നിർമ്മല സീതാരാമൻ പോലും മന്ത്രിയായി. അതുപോലെ തന്നെ NDAയുടെ അംഗസംഖ്യ ഇപ്പോൾ 300 കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇരു മുന്നണികളിലും ചേരാതിരുന്ന ചില സ്വതന്ത്രർ ഇപ്പോൾ NDAക്ക് പിന്തുണയുമായി വന്നിരിക്കുകയാണ്. ഇക്കാരണത്താൽ തന്നെ TDPയും JDUയും പിന്തുണ പിൻവലിച്ചാലും NDA സർക്കാരിന് തൽക്കാലം ഭീഷണിയൊന്നുമില്ല. ഇനി അഥവാ ഇവർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറിയാൽ തന്നെയും അവിടെയും അവർക്കൊരു സർക്കാർ രൂപീകരിക്കാനുള്ള എണ്ണം തികയുന്നില്ല. മാത്രവുമല്ല, ആ മുന്നണി എന്ന് പറയുന്നത് ഇതിലും വലിയ അധികാരമോഹികളുടെ ഒരു കൂടാരം തന്നെയാണ്. ഇതിനിടയിൽ ഒരു പ്രമുഖ മലയാള മാധ്യമത്തിൽ വന്നൊരു വാർത്ത നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തു എന്നതാണ്. പിന്നെ എന്തേ അദ്ദേഹം അങ്ങോട്ട് പോയില്ല? അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് ഇല്ല എന്നാണ്. ഇന്ത്യ മുന്നണി എന്ന തട്ടിക്കൂട്ട് സമ്പ്രദായത്തിന് അധികാരമില്ലാതെ അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അമിത്ഷായെ മന്ത്രിസഭയിലേക്ക് എടുക്കുക വഴി മോദി നൽകുന്ന സന്ദേശം EDയെ ഇനി പലയിടങ്ങളിലും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നതാണ്. ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളുടെ ഉറക്കം കെടുത്താൻ ഇതുതന്നെ ധാരാളമാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലേറ്റാൻ വിദേശ രാജ്യങ്ങളുടെ ഫണ്ടുകൾ സ്വീകരിച്ച ഒമിഡിയാർ നെറ്റ്വർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിലുമാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് രാജ്യത്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്കുമുണ്ട്. മലയാള മാധ്യമങ്ങളും ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലാണെന്ന് ആരെങ്കിലും സംശയിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ 3ാം വരവിൽ മോദി ആക്രമണകാരിയായിരിക്കും എന്ന് തന്നെ പറയാം. കൂടുതൽ വ്യാജ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.